നമസ്തേ. എസ്റ്റാർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് എന്ന ഒരു കാർഡാണ്. അതായത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അവരുടെ ലൈഫിനെ എന്നാണ് കാണുന്നത്. ചിലപ്പോൾ പാസ്റ്റിലായ ചില കാര്യങ്ങളെ ആവാം, അതല്ല എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് അവർക്കൊന്ന് ബാലൻസ് ചെയ്യണം, ചില കാര്യങ്ങളെല്ലാം ഒന്ന് ഈക്വലായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും അവർ ഓവർ തിങ്കിങ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ. വളരെയധികം ശ്രദ്ധയോടുകൂടിയും അതുപോലെ തന്നെ അവരൊരു പുതിയൊരു പാത്തിലേക്ക്, പുതിയൊരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില പുതിയ മാർഗങ്ങൾ അവർ തേടുന്നു എന്നാണ് കാണുന്നത്. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് വളരെയധികം ഇമോഷണലി ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. കാരണം ഒരു തിരിച്ചറിവിൻ്റെ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ അവർക്കുണ്ടായ അഡിക്ഷൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ല ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ആ മൂവ് ഓൺ എനർജിയിൽ നിന്നും അവർ ബാലൻസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവർ ബാലൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ തന്നെ അവർ വളരെയധികം തിങ്കിങ് ചെയ്യുന്നു ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. ജീവിതത്തിൽ ചില കാര്യങ്ങളെ മനസ്സിലാക്കാനും ചില കാര്യങ്ങൾ തിരുത്തി എഴുതുക എന്ന എനർജിയിലേക്കാണ് അവർ വന്ന് നിൽക്കുന്നത്. കാരണം അവർ മറ്റേതോ ഒരു സിറ്റുവേഷൻസ് ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഔട്ട്സൈഡ് ആയിട്ടുള്ള ചില ഫോക്കസിങ് എനർജി അവരെ പെടുത്തിയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതിൽ അവർക്ക് പവർ ലോസും സംഭവിച്ചിട്ടുണ്ട്. അവരവിടെ ഇരയാക്കപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. അത് പക്ഷേ അവരുടെ ഒരു വിധിയായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഇമോഷണൽ പരമായിട്ട് തന്നെയാണ് അവർക്ക് ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ഇമോഷണൽ പരമായൊരു ബാലൻസ് അവർക്കിപ്പം വന്നു കഴിഞ്ഞു. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു പവർ അവർക്കുണ്ട്. നേരത്തെ കൂട്ടി കാര്യങ്ങൾ അവർക്ക് അവരുടെ മനസ്സൊരു ഇന്നർ ഗൈഡൻസ് നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാര്യങ്ങളെ മെച്യൂരിറ്റിയോടുകൂടി കാണാനും ചില കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാനും നിങ്ങളുടെ പേഴ്സണ് സാധിക്കുന്നുമുണ്ട്. മാത്രവുമല്ല അവർ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നല്ല പോലെ നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ശരിക്കും നല്ല പ്രാർത്ഥന, അതുമാത്രമല്ല അവർക്ക് ആ ഒരു പ്രാർത്ഥന അവരനുഭവിച്ച ചില ട്രാപ്പ്ഡ് എനർജിയിൽ നിന്നോ നേരിടേണ്ടി വന്ന ചില ചീറ്റിംഗ് ആയ അല്ലെങ്കിൽ പെയിൻഫുൾ ആകുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അവർ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അവരുടെ മനസ്സിനെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫലം അവർക്ക് പോസിറ്റീവായിട്ട് ലഭിച്ചു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആണ് കേട്ടോ. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസോ അല്ലെങ്കിൽ ഒരു കോളോ മെസ്സേജോ എന്തെങ്കിലും നിങ്ങളെ തേടി വരാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ്